ഹിജാബ് എന്ന ശിരോവസ്ത്രത്തിന് ഒരു പ്രത്യേക സമുദായത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവർ വളരെ ആചാരപരമായി ആ ശിരോവസ്ത്രത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ആ ആചാരത്തെയും ആ ഒരു വിശ്വാസത്തെയും ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ വളരെ വേദനയാകുന്ന ഹിജാബ് ധരിക്കാൻ മറന്നുപോയിട്ട് അല്ലെങ്കിൽ ഹിജാബ് ധരിക്കണമെന്നുള്ള ആ ഒരു നിർബന്ധം ഒരു യുവതിയുടെ ജീവനെടുത്ത വാർത്തയിലേക്കാണ് പോകുന്നത്. ജോധ്പൂരിലെ ഗുലാബ് സാഗറിൽ ഉണ്ടായ ഒരു ഗ്യാസ് സിലിണ്ടർ സ്ഫോടനം. ഇവിടെ 14 മാസം പ്രായമായ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. 14 പേർക്ക് പൊള്ളലേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. നഗരത്തിലെ മിയാൻകി മസ്ജിദിന് സമീപമുള്ള മുഹമ്മദ് സത്താർ ചൗഹാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം 4:30-യോടെയാണ് ദുരന്തം സംഭവിച്ചത്. ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ ഉണ്ടായ വാതക ചോർച്ചയാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് വിവരം. തീ പെട്ടെന്ന് അടുക്കളയിലേക്കും തൊട്ടടുത്ത മുറിയിലേക്കും പടരുകയും 3 നിലകളുള്ള വീടായിരുന്നു. ആ വീട്ടിൽ പുക നിറയുകയും ചെയ്തു. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയും വെറും 14 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമാണ് മരിച്ചത്. കൊല്ലപ്പെട്ടവരിൽ ഒരാളായ ഈ പെൺകുട്ടി സാദിയ ഉംറ തീർത്ഥാടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. ആ യാത്രയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ സാദിയ വീടിൻ്റെ 2ാം നിലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അത്രേ. ഈ സമയം അത്രയും തീ പിടിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ പെൺകുട്ടിയെ തിരഞ്ഞു നടക്കുകയായിരുന്നു. 2 മണിക്കൂറിന് ശേഷം പെൺകുട്ടി അമ്മാവനെ വിളിച്ച് താൻ പ്രാർത്ഥനയിലായിരുന്നു എന്നറിയിച്ചു. പിന്നാലെ സാദിയയുടെ അമ്മാവനും ഖിർജിയും ചേർന്ന് ഫയർ ബ്രിഗേഡ് സംഘം അവളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പെൺകുട്ടിയെ രക്ഷിച്ചു, മുറിക്ക് പുറത്തെത്തിച്ചു. പക്ഷേ ഇവിടെ ഹിജാബ് എന്താണ് ചെയ്തത് എന്നുള്ളത് പറയാം. ഹിജാബ് എടുക്കാൻ മറന്നുപോയ കാര്യം ഈ പെൺകുട്ടി ഓർക്കുന്നു. അതെടുക്കാൻ തിരികെ പോയപ്പോൾ കത്തുന്ന ഒരു വാതിൽ അവളുടെ മേൽ വീണു. രക്ഷാപ്രവർത്തകർക്ക് വാതിൽ നീക്കം ചെയ്ത് അവളെ പുറത്തെടുക്കാൻ സാധിച്ചുവെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഹിജാബ് എന്ന ആ ഒരു സംസ്കാരം അനുവർത്തിക്കുന്ന സമുദായത്തിന് എല്ലാ അർത്ഥത്തിലും എല്ലാ ബഹുമാനത്തോടു കൂടിയും തന്നെയാണ് പറയുന്നത്. അത് ഓരോരുത്തരുടെ ആചാരമാണ്. ഓരോ മതത്തിനും അവരവരുടെ ആചാരങ്ങൾ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിജാബ് വിവാദങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഹിജാബ് എന്ന ആ ഒരു ശിരോവസ്ത്രത്തിനോടുള്ള ആ പെൺകുട്ടിയുടെ ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ ആ ആചാരത്തോടുള്ള ഒരു ഭയഭക്തി ബഹുമാനം അതുതന്നെയാണ് ഇവിടെ ആ ഹിജാബ് അപകടത്തിനിടയിലും ഹിജാബ് എടുക്കാൻ ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത്. ഹിജാബ് എടുക്കാൻ പോയത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ തൻ്റെ ഹിജാബ് മറന്നുപോയി, ആ ഹിജാബ് നഷ്ടപ്പെടരുത് എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ആ ഒരു തോന്നൽ തന്നെയാണ് വീണ്ടും ആ അപകടത്തിലേക്ക് തന്നെ ചെന്ന് ചാടാൻ ആ പെൺകുട്ടിക്ക് കാരണമായത്. ശരിക്കും ഹിജാബ് എന്ന പദത്തിനർത്ഥം ഒരു മറ എന്നാണ്. ഈ സമുദായത്തിൽ പറയുന്ന ആ ഒരു അവർ പറയുന്ന അതനുസരിച്ച് രാജ്യസുരക്ഷയ്ക്കായി അതിർത്തിയിൽ വേലി കെട്ടിയും മതിൽ കെട്ടിയും ഒക്കെ സുരക്ഷ നമ്മൾ ഒരുക്കാറുണ്ട്. അതുപോലെ സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്ന പുരുഷന്മാരുടെ കയ്യേറ്റങ്ങൾ തടയാൻ സ്ത്രീകൾക്ക് നൽകുന്ന സംരക്ഷണ മറയാണ് അവർക്ക് ഹിജാബ്. ഹിജാബ് എന്നത് തലയിൽ തട്ടമിടൽ മാത്രമല്ല, 2-3 ഘട്ടങ്ങളിലാണ് ഖുർആൻ ഹിജാബ് നടപ്പാക്കിയത് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതിലൊന്ന് സൂറത്തുൽ അഹ്സാബിലെ 33-ാം സൂക്തത്തിലെ കൽപ്പനയാണ്. വീട് കേന്ദ്രീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അജ്ഞാനകാല സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങിയതുപോലെ നിങ്ങൾ ഇറങ്ങരുത്. അനാവശ്യമായി സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നത് സുരക്ഷാ കാരണത്താൽ അള്ളാഹു വിലക്കുകയാണ്. സ്ത്രീ പ്രകൃതി തേടുന്നതും വീട് കേന്ദ്രീകരിച്ച് പുതിയ തലമുറയ്ക്ക് അച്ചടക്കവും അറിവും നൽകി നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുള്ള സേവനമാണ്. അറിവ് പഠിക്കുക, ചികിത്സ തേടുക, അനിവാര്യ ഘട്ടത്തിൽ തൊഴിൽ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകണം സ്ത്രീ പുറത്തിറങ്ങേണ്ടത്. അതുപോലെ തന്നെ തൻ്റെ ഗ്രാമം വിട്ടുപോകുമ്പോൾ ഒരു മഹ്റമോ, അതായത് വൈവാഹിക ബന്ധം നിഷിദ്ധമായവർ, ഒന്നിലധികം സ്ത്രീകളോ കൂടെ ഉണ്ടാകണമെന്നവർക്ക് നിയമവുമുണ്ട്. ഇതൊക്കെ സ്ത്രീകളുടെ സുരക്ഷയിലുള്ള ശ്രദ്ധയും കരുതലുമാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും മറ്റൊന്ന്, ഹിജാബിൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് പുറത്തു പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ്. സ്ത്രീകളോട്, വിശ്വാസികളായ സ്ത്രീകളോട് പറയുക, അവർ കണ്ണുകൾ അടയ്ക്കട്ടെ, അന്യപുരുഷനെ നോക്കി ആസ്വദിക്കരുത്. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരു പെൺകുട്ടി ആയിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ ഉംറയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന അവസരത്തിലാണിത് സംഭവിക്കുന്നത്. എന്തായാലും തൻ്റെ ആ ഒരു വിശ്വാസത്തെ ബലമായി പിടിച്ച് ആ വിശ്വാസത്തിലോടൊപ്പം മരണത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു ഈ പെൺകുട്ടി. എന്തായാലും ആ പെൺകുട്ടിക്ക് സംഭവിച്ച ദുര്യോഗത്തിൽ വേദന രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.